ആയിട്ട് ചെയ്യാൻ ഒരു ഇത് വന്നാ ചെയ്യുവോ? ന്യൂഡ് മീൻസ് സെമി ആണോ ഉദ്ദേശിക്കുന്നത്? എന്താ പലതരം ന്യൂഡ് കാണിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഓരോരുത്തര് ന്യൂഡായിട്ടൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഇല്ല. രേണുസുതിക്ക് ഒരു ഇതുണ്ട്, ഒരു സീമയുണ്ട്. സീമ എന്ന് പറഞ്ഞാൽ മറ്റേ അതിരുണ്ട്. അതിൽ നിന്ന് ഞാൻ ചെയ്യും. എക്സ്ട്രീം ലെവലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. ഇല്ലായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാലും ചിലപ്പോൾ ചെയ്യാതിരിക്കും. കാരണം ഇതെല്ലാം കേട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ ഈ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് തന്നെ. ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്കുള്ള എക്സ്മ വരും ദിവസങ്ങളിൽ രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയുടെ അഭിനയം മറ്റൊരു വഴിത്തിരിവിലേക്ക് തിരിഞ്ഞേക്കാമെന്നുള്ള ചെറിയ സൂചനയാണ് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ രേണുസുതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1-2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രേണുസുതി ഏറ്റവും പുതുതായിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുൽ വ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ ഇൻവെസ്റ്റിഗേറ്റീവ് യൂട്യൂബ് ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചാനലിൽ ഇവർക്ക് വസ്തു കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു അച്ഛന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ആ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു അപ്കമിംഗ് പ്രമുഖ നടി നമ്മളോട് വെളിപ്പെടുത്തുന്നതെന്ന് തീർച്ചയായും അറിയേണ്ടതുണ്ട്. അതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഞാൻ ആഫ്റ്റർ ഡെലിവറി എന്റെ വയറ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുത്തു. കാരണം എന്റെ വയറ് ചാടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചാടി ഇതിരിക്കുന്നതാണെങ്കിൽ ഞാനത് ഇടത്തില്ല, എനിക്കത് ഇണങ്ങത്തില്ല. വ്യത്യാസം മനസ്സിലാവും. ഞാനത് എന്റെ വയറ് ചാടി അല്ലെങ്കിൽ 2-3 വയറായിട്ട് കിടക്കാൻ അറിയാമല്ലോ, അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഞാനത് ഇടത്തില്ല. എനിക്കത് കംഫോർട്ട് കാണത്തില്ല. എന്റെ വയറിന് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പം തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് ഇട്ട് വയറ് കാണിച്ചു. അതൊരു ഫോട്ടോഷൂട്ടാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് സാരി ഉടുക്കുമല്ലോ, പിന്നെ സാരി ഉടുക്കാൻ വയറ് കാണത്തില്ലേ? വയറ് കാണുന്നത് ഇത്ര വലിയ സംഭവമാണോ? വയറ് കാണാൻ ചടങ്ങ് വരെയില്ലേ? പറയുന്നതിനോടൊന്നും എനിക്ക് യാതൊരുവിധ എന്താ പറയാ മൈൻഡ് പോലും ഞാൻ ചെയ്യത്തില്ല. ഇനിയും കാണിക്കണോ? ഇനിയും ഞാൻ കാണിക്കും ഫോട്ടോഷൂട്ടിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയുടെ വയറിന് ഒരുപക്ഷെ ആലിലെ വയറെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റ് പ്രമുഖ നടികളെ അടക്കം ഒരുപക്ഷെ അസൂയാലുക്കളാക്കുന്ന തരത്തിലുള്ള ഒരു വയറാണ് രേണുസുതിക്കുള്ളത്. ആ വയറ് കാണാൻ ആളുകളുണ്ട്. ആ വയറ് കണ്ട് എൻജോയ് ചെയ്യാൻ നിരവധി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ വയറ് കാണിക്കുന്നതെന്നാണ് രേണുസുതി പറയുന്നത്. എന്നാൽ രേണുസുതി അവിടെ അമ്മമാര് വയറ് കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് അമ്മമാർ വയറ് കാണിച്ചിരുന്നിരിക്കാം, അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപക്ഷെ വീട്ടിലുള്ള അംഗങ്ങളായിരിക്കാം. എന്നാൽ ഈ പറയുന്ന അമ്മമാർ അന്ന് ഈ പറഞ്ഞ കണക്ക് ഷോർട്ട് ഫിലിമിലോ റീൽസിലോ ടെലിഫിലിമുകളിലോ ഒന്നും വയറ് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് രേണുസുതിയുടെ വയറ് കാണിക്കലും അമ്മമാരുടെ വയറ് കാണിക്കലുമായി കമ്പയർ ചെയ്ത് അത്ര സുഖകരമായി എനിക്ക് തോന്നിയില്ല. ഫോട്ടോഷൂട്ട് അതെന്റെ ജോലിയല്ലേടാ. അതിന്റെ ഭാഗമായിട്ട് എക്സ്പോസ് ചെയ്യാൻ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. അതിനിപ്പോ ഓവർ ആണോ ഇല്ലെന്നൊന്നും അത് ഞാൻ നോക്കത്തില്ല. എനിക്ക് ഇണങ്ങുന്ന രീതി. മറ്റുള്ളവർക്ക് ചിലപ്പോ ഓവർ ആകാം. കുട്ടി പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ചിലപ്പോ ഓവർ ആകാം. രേണുസുതിക്ക് എന്താണോ ഇണങ്ങുന്നത്, അത് ഈ പറഞ്ഞ കണക്ക് ദാവണിയും ബ്ലൗസും ആണെങ്കിൽ അങ്ങനെ, സാരി ആണെങ്കിൽ അങ്ങനെ, ഇനി നാളെ അത് ബിക്കിനി ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ ഏറ്റവും കംഫർട്ട്, അതായത് അതാത് സമയത്ത് ഏത് വസ്ത്രമാണ് ഇണങ്ങുന്നത് ആ വസ്ത്രം ഇടുക, എക്സ്പോസ് ചെയ്യുക. അതുകൊണ്ട് തന്റെ ആരാധകരായ ഓഡിയൻസ്, പഹയന്മാര് സന്തോഷിക്കുക എന്നുള്ള ഒരു സദുദ്ദേശത്തോടു കൂടി മാത്രമാണ് രേണുസുതി ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലും രേണുസുതിനെ അവഹേളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ചെയ്യുന്ന കുറ്റം അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ആരാണല്ലോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത കുറ്റം എന്താ? റീൽ ചെയ്ത് ഞെക്കിപ്പിടിക്കുന്ന, എവിടെ ഞെക്കിപ്പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞെക്കിപ്പിടിക്കുന്നവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നോക്കട്ടെ, അടുത്ത വല്ല വരുവാണെങ്കിൽ ഞെക്കിപ്പിടിച്ച് കാണിച്ചു കൊടുത്തവരെ. അതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് ഏത് നിമിഷവും അത്തരത്തിൽ ചില സീരീസുകൾ പ്രതീക്ഷിച്ചേക്കാം. ഒരുപക്ഷെ അതിനുള്ളൊരു മുന്നൊരുക്കമാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് പരമാവധി എക്സ്പോസ് ചെയ്തേക്കാം. ഒരുപക്ഷെ പരിപൂർണ നഗ്നയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ സെമി നേക്കഡായേക്കാം. ഞെക്കിപ്പിടുത്തം പോലും ഉണ്ടായേക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയക്കുന്ന പോലുള്ള ചില ഞെട്ടിക്കുന്ന വീഡിയോസ് രേണുസുതിന്റേതായി പുറത്തു വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട. എപ്പോഴെങ്കിലും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര മാത്രം നെഗറ്റീവ് കമന്റ്സ് വരുന്നത്? സുധിച്ചേട്ടന്റെ വൈഫായതുകൊണ്ട് തന്നെയാണ്. അതാണ്, എല്ലാം സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഇത്രയും അധികം നെഗറ്റീവ് വരാനും ഇത്രയും അധികം ആക്ഷേപങ്ങളും ഇത്രയും അധികം തെറികളും ആളുകൾ പറയാനുള്ള പ്രധാന കാരണം രേണുസുതിയുടെ അഭിനയമോ അല്ലെങ്കിൽ അഭിനയം എന്ന പേരിൽ ഈ കാണിക്കുന്ന പേക്കൂത്തുകളോ ഒന്നുമല്ല. എല്ലാത്തിനും കാരണം സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫായി പോയത് കൊണ്ട് മാത്രമാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ കാരണം. നേരെ മറിച്ച് മറ്റൊരു നടന്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വൈഫ് ആയിരുന്നെങ്കിൽ ഒരാൾ പോലും മോശം പറയില്ലായിരുന്നു.
സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട് മാത്രം ഈ രീതിയിൽ അവഹേളിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിന്നിൽ സുധിച്ചേട്ടനാണെന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ പോലെയുള്ള സീരീസുകൾ വരുവാണെങ്കിൽ അതിനും പിന്നിൽ സുധിച്ചേട്ടൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അച്ഛന്റെ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ അതുകൂടി കേട്ടതിന് ശേഷം അതിന് ഒരു പരിധിവരെ കാരണക്കാരി ഒരുപക്ഷെ രേണുസുതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ അഭിനയിക്കാൻ പോകേണ്ടൊന്നുമല്ല. അതായത് ഇത്തരം ആക്ഷേപങ്ങൾ ഈ പറഞ്ഞ അച്ഛന്റെ മേൽ പതിക്കുമ്പോൾ അതിനെ തടുക്കാൻ രേണുസുതി ശ്രമിക്കേണ്ടതായിരുന്നു. ഒരു പരിധിവരെ തടുത്ത്, എന്നാൽ അത് പോരാ. കാരണം അത്രയും വലിയൊരു പുണ്യകർമ്മം ഇവർക്ക് വേണ്ടി ആ ഒരു സമയത്ത് ചെയ്തത് ഈ അച്ഛനായിരുന്നു. ആ അച്ഛന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതൊക്കെ സമൂഹത്തെ ആർക്ക് കാണണം, ആരാ ഇതൊക്കെ ആഗ്രഹിക്കുന്നതും? ഇതാണോ സെലിബ്രിറ്റി എന്ന് പറയുന്നത്? ഇതാണോ പൊതുസമൂഹം പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ കേരളത്തിൽ എത്രയോ പേരെടുത്ത സിനിമാ നടിമാരുണ്ട്, നാടക നടിമാരുണ്ട്. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? അവരവരുടെ ലൈഫ് എന്താ? അവര് സമൂഹത്തില് ഇതെന്തുവാ ഇത്? ഞാനതിൽ അങ്ങേറ്റം ദുഃഖിക്കുന്നു, ഞാൻ ഖേദിക്കുന്നു. ഇത് കൊടുത്തതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. പ്രത്യേകിച്ച് എന്നെ വേദനിപ്പിക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കിയ കാരണത്താൽ ഞാൻ ദുഃഖിക്കുന്നു. മറിച്ച് ആ 2 കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ആ പിള്ളേർക്കാണ് അത് എഴുതി കൊടുത്തേക്കുന്നത്. മറിച്ച് എന്നെ എടുത്തിട്ട് ഈ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് എടുത്തിട്ട് അലക്കുക. ഈ അലക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. അവൻ ദയവായിട്ട് അടുത്ത ദിവസങ്ങളെ ബ്ലോഗ് ചെയ്തിട്ട് 1 or 2 സീരീസ് ആയിട്ട് ഇത് ചെയ്ത് ലിങ്ക് അയച്ചു തരണം. ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ട് പറയുന്നതും എനിക്ക് നേരിട്ട് നിങ്ങളൊക്കെ വന്ന് കാണാൻ സമയം കിട്ടത്തില്ല. കാരണം ഞാൻ വളരെ പല കാര്യങ്ങളും എനിക്ക് ബിസിയാണ്. മനസ്സിലാവും എന്തായാലും ഇതിപ്പം ഫാദർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നന്നായി. അതെ, അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും എന്റെ ബിസിനസ്, ഞാൻ കൊല്ലം സുധിക്ക് മക്കൾക്ക് വന്നതിന് ശേഷം 1 സെന്റ് സ്ഥലം ഞാൻ ഈ താമസിക്കുന്ന 5 ഏക്കറിനകത്തുനിന്ന് ഞാൻ വിറ്റ് പോയി. കാരണം വിൽക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ കൊല്ലം സുധിയുടെ ഭാര്യയും കുടുംബത്തിലും ഒന്ന് താമസിച്ചെന്നോർത്തോണ്ട് ഞാൻ വരുന്നവർക്ക് വില കുറച്ച് വസ്തു കൊടുക്കാനോ, വില ഈ നാട്ടിലുള്ള വില എനിക്ക് എപ്പോ വസ്തു കിട്ടും അപ്പൊ എന്റെ വസ്തു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുക്കും. അത്രേ ഉള്ളൂ. അത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു എന്ന് ഞങ്ങൾ ജനപ്രചരണം ഉണ്ടല്ലോ, എന്ത് പ്രചരിപ്പിക്കുകയാണ്? എനിക്ക് ആ വ്യക്തി ഇതുവരെ മനസ്സിലായി. ആ വ്യക്തിയെ എനിക്ക് നമ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് അവനെ വിളിപ്പിക്കാനിരിക്കുക. അവന്റെ നമ്പർ, അതുലിന് അവന്റെ നമ്പർ എനിക്ക് അറിയില്ല, എനിക്ക് അവരായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. അദ്ദേഹത്തിന് നമ്പർ കിട്ടുവാണെങ്കിൽ എനിക്ക് അയച്ചു തരണം. അത് അഡ്വക്കേറ്റ് അവർക്ക് വേണ്ട നടപടികൾ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാനനഷ്ടത്തിന് വേണ്ടി ഒരു കേസും കൂടെ, ഒരു നോട്ടീസും കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തന്റേതല്ലാത്ത കാരണത്താൽ എയറിൽ നിന്ന് വീണ്ടും എയറിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയാണ് രേണുസുതിക്ക് വന്നിരിക്കുന്നത്. ഇനി അച്ഛന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് കൂടി സമാധാനം പറയേണ്ടുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. എനിവേ അതിനിടയിലും ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപക്ഷെ പരിപൂർണ നഗ്നയായി പോലും അഭിനയിക്കാൻ താൻ തയ്യാറാണ്. അതിന് കാരണക്കാരെ തന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയൻസ് ആണ്. അതുകൊണ്ട് താൻ ഒരുപക്ഷെ അതിന് പോലും തയ്യാറായേക്കുമെന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സ് കാണാതെ പോകരുത്. എനിവേ രേണുസുതിയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.